ഇന്ന് ഞാൻ പറയാൻ പോണത് കഥ രാധാറാണിക്ക് എങ്ങനെയാണ് കണ്ണിന് കാഴ്ച കിട്ടിയത്. ഭഗവാൻ കൃഷ്ണൻ രാധാറാണി ഭൂമിയിൽ വന്ന് ജനിച്ചതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. ആ സമയത്താണ് പൂതന പാല് കൊടുക്കാനായിട്ട് ചെല്ലുന്നതും പൂത നേരെ പാല് കുടിച്ച് എന്തായെന്ന് വിചാരിച്ചാൽ ഭയങ്കര ചോരയും നീരും കൂടി കുടിക്കുക. അസുരനാണ്, കംസൻ്റെ പെങ്ങളാണെന്നുള്ള ഒരു ധാരണ കൃഷ്ണനുണ്ടാവുകയും പാല് നല്ല സ്നേഹത്തിൽ, പൂതനയാണെങ്കിൽ സൂത്രത്തിൽ നല്ല ഗോപികമാരെ പോലെയാണ് വന്നേക്കുന്നത്. അങ്ങനെ പാല് കുടിച്ച് പൂതനെ അങ്ങോട്ട് പൊന്തി ചെന്ന് വീണത് രാധേരെ വീടിൻ്റെ തൊട്ടാണ് വന്ന് വീഴുക. അങ്ങനെ മരിച്ച് മോക്ഷം കിട്ടണം, പൂതന മോക്ഷം കിട്ടണം. അതിന് ശേഷം ഈ കുട്ടീനെ, അപ്പോൾ ശബ്ദമൊക്കെ കേട്ട ആൾക്കാരൊക്കെ ഓടി വന്നു. ഉണ്ണീനെ കാണാനില്ല, ആകെ പരാക്രമമായി. അങ്ങനെ രാധാറാണിയുടെ വീട്ടുകാരും പെട്ടെന്ന് ശബ്ദം കേട്ടിട്ട് ഓടി വന്നപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ കിടക്കണം, പൂതന അങ്ങനെ ചത്തെടുക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് ഈ കുട്ടീനെ ഓടി വന്ന് എടുത്ത് ഈ രാധാറാണിയുടെ അടുത്ത് കൊടുന്ന് കെടുത്തു. ആ തൊട്ടിയിൽ തന്നെ കെടുത്തുമ്പോൾ ഈ കുട്ടിയുടെ കാല് കണ്ണമ്മലേക്ക് ഇങ്ങനെ തൊടും. കൃഷ്ണൻ്റെ കാല് കണ്ണമ്മലേക്ക് തൊടുകയും അങ്ങനെ രാധാറാണിക്ക് കണ്ണ് കാഴ്ച കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായാലും മുപ്പാട് ഈ കുട്ടീനെ കുറേ ആൾക്കാർ വന്ന് നോക്കും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വൈദ്യമൊന്നുമില്ലല്ലോ, ഒക്കെ പച്ചമരുന്ന് വൈദ്യങ്ങൾ കണ്ണിലൊഴിച്ചു കൊടുക്കും. അന്ന് ഈ കുട്ടീനെ കൊണ്ട് ഇവർ നന്ദഗോപുരം വീട്ടിൽ പോയിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴും എല്ലാവർക്കും വിഷമമാണ്, കണ്ണ് കാണാനില്ലല്ലോ. ബലരാമനറിയാം, ബലരാമൻ അന്ന് ഉണ്ട്. അപ്പോൾ ബലരാമൻ മനസ്സുകൊണ്ട് പറയും, കൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ കൃഷ്ണൻ പ്രസവിച്ചപ്പോൾ കൃഷ്ണനോട് ചോദിക്കും, നീ ഇനി എങ്ങനെയാണ് രാധയുടെ അടുക്കി പോവുക, എനിക്കൊന്ന് കാണാമല്ലോ, എങ്ങനെയാണ് നീ രാധയ്ക്ക് കണ്ണിന് കാഴ്ച കൊടുക്കുക എന്നൊക്കെ ചോദിക്കും. അപ്പം കൃഷ്ണൻ ഇങ്ങനെ ചിരിക്കും, അതിനൊക്കെ വഴിയുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ഈ പൂതന ചെറിയൊരു നല്ല ഭംഗിയുള്ളൊരു ഗോപശ്രീ ആയിട്ട് വന്ന് പൂതന ഈ കുട്ടീനെ എടുത്ത് പാൽ കൊടുത്തത് അവൻ്റെ അമ്മയാണെന്ന് അവന് തോന്നി. അങ്ങനെ ഈ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കണം കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നല്ല, മോക്ഷം കൊടുത്തു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനിതാ ശങ്കരനാരായണൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാതും ചെയ്യുക കേട്ടോ.